ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി സേമിയയും മുട്ടയും വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1.5 സബോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒറ്റയായിട്ട് ഒന്ന് കൈവച്ചിട്ട് തിരുമ്മി ഇതുപോലെ ആക്കി വെക്കണം. അടുത്തതായി ഒരു ബൗളിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലുതോ ചെറുതോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ വറുത്ത സേമിയ വേണം എടുക്കാനായിട്ട്. ഈ ഒരു അളവിലൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി വലുതാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പം ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു തിരുമ്മി വെച്ചിരുന്ന സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും. പിന്നെ വേണ്ടത് ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. മൈദയോ ഗോതമ്പ് പൊടിയോ ഏതായിരുന്നാലും കുഴപ്പമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ചെറിയൊരു സ്പൂൺ അളവിൽ 1/2 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു നുള്ള് പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എരിവൊക്കെ ഓരോരുത്തർക്കും വേണ്ടതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഈ ഒരു മുട്ടയുടെ നനവും ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊരുപാട് ടൈറ്റും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചിട്ടെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തു. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും വേണ്ടി വന്നിട്ടില്ല. ആ ഒരു 1/2 കപ്പ് വെള്ളം തന്നെ വേണ്ടി വന്നിട്ടുള്ളൂ. ഇപ്പം ഞാനിതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബോർഡിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇതുപോലുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റിലോ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം കുറച്ച് മാവെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി നൈസാക്കിയതിന് ശേഷമാണ് എണ്ണയിലേക്കിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുത്തിരിക്കണം. ഒരുപാട് ഫ്ലെയിം ആവണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുപോലെ ഇത് വെന്ത് കിട്ടാനും ഉണ്ട്. കുറച്ചൊന്ന് വെന്ത് വരണം. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കരിഞ്ഞു പോവും ഒരുപാട് ഫ്ലെയിം ആയി കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നു. ഞാനിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടി ഇതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ്. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണ്. ഇതേപോലെ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചൂടോടുകൂടി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. വൈകിട്ട് 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ചൂടോടുകൂടി നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.